നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ നിങ്ങൾ അറിയേണ്ടത് എന്ന സീരീസിലെ ആദ്യ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. PSC പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട സീരിയസ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുക, നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ അത് മാറ്റിയെടുക്കുക, ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ കണ്ണു തുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു സീരീസ് നമ്മൾ ആരംഭിക്കുന്നത്. അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പരീക്ഷ എഴുതുന്ന പരീക്ഷാ ഹാളുകളിൽ ക്ലോക്കുകൾ വേണ്ടേ എന്നുള്ള വിഷയം. തീർച്ചയായിട്ടും ഉണ്ടാവണം. അതായത് ഒരു എക്സാം എഴുതിയ കുട്ടിയെ സംബന്ധിച്ച് അവൻ എക്സാം സെന്ററിലേക്ക് കയറി കഴിഞ്ഞാൽ സമയം പോകുന്ന അവൻ അറിയാൻ പറ്റത്തില്ല. അതായത് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് തീരുമ്പോൾ തന്നെ ഫുൾ സമയം. അപ്പൊ സമയം അറിയാമെങ്കിൽ മാത്രമല്ലേ അവൻ അതിന് ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ എല്ലാ സെഷനിലും നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ ടൈം ബാലൻസ് ചെയ്യാൻ പഠിക്കണം, സമയം മാനേജ് ചെയ്യാൻ പഠിക്കണം. സോ സമയം മാനേജ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ ബേസിക് ആയിട്ട് സമയം എത്രയായെന്ന് നമുക്ക് അറിയണ്ടേ. അല്ലാതെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ പല സ്കൂളുകളും ഇന്ന് ക്ലോക്ക് വയ്ക്കുന്നില്ല. വിരലുണ്ടാവുന്ന സ്കൂളുകൾ മാത്രമേ ക്ലോക്ക് വയ്ക്കുന്നുള്ളൂ. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ PSC ഓരോ എക്സാം എഴുതുന്ന കുട്ടിക്കും ആ സ്കൂളിന് കാശ് കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടി എക്സാം എഴുതിയില്ലെങ്കിലും ആ കുട്ടിയുടെ പേരിൽ PSC ഫണ്ട് ചെയ്യുന്നുണ്ട്, കാശ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ കാശ് ഈ സ്കൂള് വേണ്ട രീതിക്ക് ഉപയോഗിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവർ ഇത്രയും കാശ് മേടിക്കുന്നു, ഓരോ ടീച്ചറിനും PSC പേയ്മെന്റ് കൊടുക്കണം. ഇതിനകത്ത് PSCക്ക് എനിക്ക് ഭയങ്കര വലിയ അഭിപ്രായമുള്ളത് എന്ന് വെച്ചാൽ ഇപ്പൊ KDRB ഒക്കെ ഓരോ എക്സാമിനും 500 രൂപ വെച്ച് മേടിക്കുമ്പോൾ PSC 1 രൂപ പോലും മേടിക്കുകയാണെന്നാണ് ഇത്രയും ചെയ്യുന്നത്. എത്രത്തോളം പരീക്ഷ നടത്തുന്നു ആലോചിച്ച് ഓക്കെ. പക്ഷെ അവിടെ ഈ പല സ്കൂളുകളും ക്ലോക്ക് എന്നൊരു സാധനം വയ്ക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിക്ക് എങ്ങനെ ടൈം മാനേജ് ചെയ്യാം? തീർച്ചയായിട്ടും ഇവിടെ ആക്ച്വലി ഒരു ഇന്നിക്വാലിറ്റിയാണ് കുട്ടികൾക്കിടയ്ക്ക് ഈ PSC ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു പരീക്ഷ എഴുതാനായിട്ട് പോകുന്ന ഒരു കുട്ടി, ഇപ്പം വെറുതെ നമുക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ എടുക്കാം. സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം സെന്ററുകളിലായിട്ട് പല ഹോളുകളായിട്ട് നടന്നിട്ടുണ്ട്. ഇതിൽ ചില ഹോളുകളിൽ ക്ലോക്ക് ഉണ്ടാവുകയും മറ്റ് ചില ഹോളുകളിൽ ക്ലോക്ക് ഇല്ലാതെയും ഇരിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കും. അപ്പൊ ക്ലോക്ക് ഉള്ള ഹാളിലെ കുട്ടിക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ക്ലോക്ക് ഇല്ലാത്തൊരു ഹാളിലെ കുട്ടി കിട്ടുന്നില്ല. അപ്പം ആ കുട്ടിയോട് കാണിക്കുന്ന ഒരു അനീതി അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻഇക്വാലിറ്റി ഇവിടെ പ്രകടമാണ്. നമ്മൾ ഈ ഭരണഘടന പഠിക്കുകയും ഒരു കുട്ടി ഭരണഘടന പഠിച്ച് ഇക്വാലിറ്റി വേണമെന്നൊക്കെ പഠിച്ച് ആ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഒരുപക്ഷെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകൾ തമ്മിൽ പരിശോധിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പുറത്തെ ഹാളിൽ ക്ലോക്ക് ഉണ്ടാവും, ഇപ്പുറത്തിരിക്കുന്ന കുട്ടിക്ക് ക്ലോക്കിന്റെ ആനുകൂല്യം കിട്ടുന്നുണ്ടാവത്തില്ല. അപ്പൊ സമയത്തെ കുട്ടിക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിനേക്കാൾ ഉപരി ഇൻഇക്വാലിറ്റി കൂടി കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്ന ഇൻവിജിലേറ്റർ ആണ്. ഇപ്പം ക്ലോക്ക് നിർബന്ധമാക്കണമെന്ന് നമ്മൾ പറയുമ്പോഴും ഒരു കുട്ടി വാച്ച് കൊണ്ടുവരണമെന്ന് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ഒരുപാട് ഇഷ്യൂസ് ഇപ്പൊ തന്നെ ബ്ലൂടൂത്ത് വെച്ച് ഒരു കുട്ടി കോപ്പി അടിച്ചു സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അത് പിടിച്ചു എന്നുള്ളതിന് തീർച്ചയായിട്ടും ആ സ്കൂളിനെയും ഈ സംവിധാനത്തെയും തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയും വേണം. പക്ഷേ എനിക്ക് അവിടെ ഒരു ഞാൻ ഇടപെടുകയല്ല, എന്നാലും പറയണം, അത് ഒരെണ്ണമായിരിക്കും മേ ബി പിരിച്ചത്. പക്ഷെ എത്ര പേര് അതേപോലെ എക്സാം എഴുതി കാണും? തീർച്ചയായിട്ടും ഇതിനു മുമ്പ് എന്തുകൊണ്ട് PSC വാച്ച് കെട്ടിക്കൊണ്ടുപോകുന്ന ആ സാഹചര്യം മാറ്റിയായിരുന്നു? പഴയ CPOയുടെ കേസാണ്. അപ്പോൾ എത്രത്തോളം ആൾക്കാർ അങ്ങനെ കയറി കാണും. പക്ഷെ ഇപ്പോഴും അവിടെ ഒരു കാര്യമുണ്ട്. PSC ഇപ്പൊ ഒരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ബയോമെട്രിക് ആണ്. കാര്യം SSCക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ PSCക്ക് ചെയ്യാൻ പറ്റും, റെയിൽവേക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ PSCക്ക് അത് ചെയ്യാൻ പറ്റും. കാരണം ഇന്ന് ഇപ്പൊ ഇരട്ടകളുടെ കേസ് തന്നെ ഞാൻ എടുക്കാൻ, ട്വിൻസ് തന്നെ എടുക്കാൻ പറ്റണം. ഇവൻ നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് കണ്ട ആൾക്കാർക്ക് പോലും ചിലപ്പോൾ അറിയത്തില്ല. അപ്പൊ അതിനകത്ത് അറിയാൻ പറ്റും, നോക്കിക്കൊണ്ട് അറിയാൻ പറ്റുമോ? പറ്റത്തില്ല. മാത്രമല്ല ഇപ്പം 10 ലക്ഷം രൂപയ്ക്ക് PSC ജോലി എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അത് സത്യത്തിൽ ആ കാശ് കൊടുക്കുന്നവരാണ് ആദ്യം അടിക്കാനായിട്ട്. കാര്യം ഒരു പ്രായോഗിക ബുദ്ധി വേണ്ടേ? അപ്പോൾ ഇവര് പറയുന്നത് എന്താണ്? നിങ്ങളെ പോലിരിക്കുന്ന ഒരാളെ കൊണ്ട് ഞങ്ങൾ എക്സാം എഴുതിച്ചിട്ട് നിങ്ങൾക്ക് ജോലി മേടിച്ചു തരും. ഓക്കെ, അപ്പൊ അത് സോർട്ട് ചെയ്യണമെങ്കിലും അവിടെ ബയോമെട്രിക് എന്നൊരു സാധനം വരണം. ഓക്കെ, അപ്പൊ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല, അതിലോട്ട് തന്നെ തിരിച്ചു വരും. ബയോമെട്രിക്കിന്റെ കേസും ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതായത് ഒരു പരീക്ഷാ ഹാളിൽ 4 പേരുടെ കയ്യിൽ നിന്ന് മാത്രമാണ്, അതായത് 20 പേരിരിക്കുന്ന ഒരു പരീക്ഷാ ഹാളിൽ നിന്ന് 4 പേരുടെ മാത്രം ബയോമെട്രിക് ആണ് ഒരു സമയത്ത് എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്നത്. അതായത് 16 പേരും ബാക്കിലിരിപ്പുണ്ട്, വെറും 4 പേരുടെ മാത്രം. ആ 4 പേരിൽ, അതായത് 20 പേരിൽ വെറും 4 പേരുടെ ഫ്രോഡ് ഉണ്ടെങ്കിൽ മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ട്. ശരിയാണ്. ബാക്കി 16 പേരും അപ്പുറത്ത് സേഫ് സോണിൽ ഇരിക്കുകയാണ്. ചിലപ്പോൾ അതിനകത്തിൽ ഒരാളായിരിക്കാം ഈ പറയുന്നൊരു മാൽ പ്രാക്ടീസ് കാണിച്ചിട്ടുണ്ടാവുക. അത് കണ്ടുപിടിക്കാനെ കൊണ്ടുള്ള സംവിധാനം ഇപ്പോഴും സ്ട്രോങ് ആയിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്. ശരി, നമ്മൾ നേരെ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഞാൻ പറഞ്ഞു വന്നു ടീച്ചേഴ്സിന്റെ ഒരു ഇഷ്യൂസിന് വരുന്നത്. അതായത് ചില ടീച്ചേഴ്സ് വാച്ച് കിട്ടിയാണ് പരീക്ഷ ഹോളിലേക്ക് വരിക. അപ്പൊ അവരോടൊരു കുട്ടി ഡൗട്ട് ചോദിക്കുകയാണ്, ഇപ്പൊ സമയം എത്രയായി എന്ന് ചോദിച്ചാൽ ആ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ടാവും? കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. പക്ഷെ പല ടീച്ചേഴ്സും വാച്ചും കൊണ്ടായിരിക്കില്ല ഈ ഹോളിലേക്ക് വരിക. അപ്പൊ അവന് ആ ആനുകൂല്യവും കിട്ടുന്നില്ല. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ചില ഹോളിൽ ക്ലോക്ക് ഉണ്ട്, ചിലയിടത്ത് ടീച്ചേഴ്സ് കയ്യിൽ വാച്ച് കെട്ടി വരുന്നുണ്ട്, അപ്പൊ അതിന്റെ ആനുകൂല്യം കിട്ടും. അപ്പൊ ഇതൊന്നും കിട്ടാതെ വരുന്ന, അല്ലെങ്കിൽ ഈ ഒരു അഡ്വാൻറ്റേജും കിട്ടാതെ വരുന്ന എത്രയോ കുട്ടികൾ പരീക്ഷ എഴുതും. തീർച്ചയായും. അല്ല, അവിടെ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നമ്മളെല്ലാം എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണ്.
ഇപ്പൊ നമുക്ക് വാച്ചില്ല, ക്ലോക്കില്ല, ഒരു ആനുകൂല്യമില്ല. പക്ഷെ നമ്മൾ ടീച്ചറോട് ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ സമയത്രായെന്ന്? ഇല്ല. കാര്യം നമുക്ക് എല്ലാം ഉള്ളിൽ ഒരു ഇൻട്രോവേർട്ട് കിടപ്പുണ്ട്. തീർച്ചയായും നമ്മൾ ചോദിക്കത്തില്ല. കഴിവതും ഒക്കെ കുഴപ്പമില്ല, സമയം മണി അടിച്ചാൽ നമുക്കറിയാം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കാതിരിക്കും. അപ്പോൾ ഈ ചോദിക്കാതെ നമുക്ക് അങ്ങനെയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും അത് തന്നെയല്ല അവസ്ഥ. ആരും ചോദിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇത് ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പകരം ഒരു ക്ലാസ്സിൽ ഒരു ക്ലോക്ക് വെക്കാനായിട്ട് 300 രൂപ ചെലവേ വരുന്നുള്ളൂ. വെറും 300 രൂപ. അപ്പൊ ഒന്ന് ആലോചിക്ക്, ഒരു സ്കൂളിനകത്ത് ഒരു 15 ക്ലാസ് റൂം ഉണ്ടെന്ന് സങ്കല്പിച്ചു. ഈ 15 ക്ലാസ് റൂമിലും ക്ലോക്ക് മേടിക്കാനായിട്ട് 4500 രൂപ ആവത്തുള്ളൂ. ഈ 15 ക്ലാസ്സും വരണമെന്നില്ല. ഇപ്പൊ 4500 രൂപ ചെലവാക്കിയാൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് എത്രത്തോളം ഉപകാരമായിരിക്കും. അതും വൺ ടൈം ആയിട്ടായിരിക്കും ഇത് ഇടുക. എല്ലാ പരീക്ഷകൾക്കും ഇതേ ക്ലോക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, പിന്നെ 10 രൂപയുടെ ബാറ്ററി മാത്രം 6 മാസം ഇരിക്കുന്നത് മാറ്റി കൊടുത്ത സംഭവം തീർന്നു. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഒരുപാട് ഹെൽപ്പ് ആവും. മാത്രമല്ല PSCയുടെ പുതിയ സ്ട്രാറ്റജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാം എടുക്കുക, ഡിഗ്രി പ്രിലിംസ് എടുക്കുകയാണ്, 1.25 മണിക്കൂറാണ് എക്സാമിന്റെ സമയം വരുന്നത്. അപ്പൊ ഈ 1.25 മണിക്കൂർ കൊണ്ട് 100 അടിപൊളിയായിട്ടുള്ള റേഞ്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ PSC ഒരു ഉദ്യോഗാർത്ഥിയെ കൊണ്ട് 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണമെന്ന് PSCക്ക് നിർബന്ധമില്ല. അവിടെ PSCയുടെ സ്ട്രാറ്റജി എന്താണ്? PSCക്ക് തന്നെ അറിയാം ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ ഈ കുറഞ്ഞ സമയത്ത് ഈ പ്രഷറിൽ, ഈ ടെൻഷനിൽ അവൻ എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു, ഇതാണ് PSC നോക്കുന്നത്. ആ സ്കില്ലാണ് PSC നോക്കുന്നത്. അപ്പൊ ആ സ്കില്ല് PSC നോക്കണമെങ്കിൽ ഈ കുറഞ്ഞ സമയത്തിനകത്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ആ സ്കില്ല് PSC നോക്കണമെങ്കിൽ അവന് സമയം അറിയണം. അല്ലാതെ കുറഞ്ഞ സമയം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എങ്ങനെ അറിയാൻ പറ്റും? ഇനി അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതിന്റെ ഒരു ഇപ്പൊ പറഞ്ഞ കാര്യത്തിന്റെ ഒരു രത്ന ചുരുക്കത്തിലേക്ക് വരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എല്ലാവരോടും തുല്യതയെങ്കിലും കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരു ഹോളിലും ക്ലോക്ക് പാടില്ല. അത് PSC ഉറപ്പുവരുത്താൻ പറ്റണം. ഒരു ടീച്ചർ വാച്ച് കെട്ടാതെയും എവിടെ പോകണം? ഹോളിൽ പോകണം. ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ട് പാലിക്കണം. അതായത് ഒരു ഹോളിലും ക്ലോക്ക് ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഒരു ടീച്ചറും ഇൻവിജിലേറ്ററായിട്ട് വന്ന ഒരു ടീച്ചറും കയ്യിൽ വാച്ച് കെട്ടാനും പാടില്ല. ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഓക്കെ, എല്ലാ കുട്ടികൾക്കും ഒരേപോലെ നീതി നടപ്പാക്കി എന്ന് പറയും. അതായത് ഒരു ഇരട്ടത്താപ്പ് പോലെ ഒരു കുട്ടിക്ക് ബെനിഫിറ്റ് കിട്ടുകയും മറ്റൊരു കുട്ടിക്ക് ബെനിഫിറ്റ് കിട്ടാതെയും ഇരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇൻഇക്വാലിറ്റി ആണെന്നുള്ളൊരു സംശയം. വേറൊരു കാര്യമുണ്ട്, ഈ പല സ്കൂളുകൾക്കും ഫണ്ടുണ്ട്. തീർച്ചയായും യൂട്ടിലിറ്റി ഫണ്ടുണ്ട്, മാനേജ്മെന്റ് ഫണ്ടുണ്ട്, PTA ഫണ്ടുണ്ട്, എല്ലാം ഉണ്ട്. എന്തിനാണ് ഈ ഫണ്ട്? ഈ സാധനങ്ങൾ, യൂട്ടിലിറ്റി ഫണ്ട് സാധനങ്ങൾ മേടിക്കാൻ തന്നെയാണ്. മാത്രമല്ല ഇതേപോലെ അഡ്രസ് ചെയ്യപ്പെടാത്ത വേറൊരു സാധനമുണ്ട്. ഇപ്പോ ഞാൻ ഹൈറ്റ് ഉള്ള ഒരാളാണ്. ഓക്കെ, 6 അടി പൊക്കമുള്ള ഒരാളാണ്, 180 സെന്റിമീറ്ററിന്റെ ഹൈറ്റ് വരുന്നത്. അപ്പൊ എനിക്ക് 1ാം ക്ലാസ്സിലാണ് ഒരു എക്സാം സെന്റർ കിട്ടുക, ഒരു എക്സാം പരീക്ഷ എഴുതാൻ പോകുന്നതെങ്കിൽ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്റെ കാല് തെറ്റും, എനിക്ക് അവിടെ പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ അവിടെ കിടന്ന് അനുഭവിച്ചായിരിക്കും ചിലപ്പോൾ എക്സാം എഴുതുന്നത്. അപ്പൊ എന്നെ പോലെ ആയിരിക്കും ബാക്കി എല്ലാവരും വരുന്നത്. ഒരു 10-25 വയസ്സായ ഒരു കുട്ടിക്ക്, 26 വയസ്സായ ഒരു കുട്ടിക്ക് എങ്ങനെ അവിടെ പോയിരുന്ന പരീക്ഷ എഴുതാൻ പറ്റും? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ക്ലാസ്സിൽ ബുദ്ധിമുട്ടായിരിക്കത്തില്ലാണ്. ഇനി ചില ബെഞ്ചുകൾ നമ്മൾ നോക്കിയാലും അത് കുട്ടികളെ കുറ്റമല്ല. ഇപ്പൊ നമ്മളായാലും കൊച്ചില്ലാത്ത ചെയ്തിട്ടുണ്ട്. ഒരു ഡെസ്കിനകത്ത് ഒരുപാട് ഓട്ടയൊക്കെ ഇട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്ത് നമ്മളൊരു OMR പ്രോപ്പർ ആയിരുന്ന ഒരു കുത്താൻ നിന്ന ഹോള് വീണ് പോകും. ആ അവസ്ഥ ഒരു അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് മറ്റൊരു കാര്യം കൂടെ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണ്. ഒരു OMR ഒരിക്കൽ ഒന്ന് പൂരിപ്പിച്ച് തെറ്റിപ്പോയാൽ അടുത്തൊരു OMR കൊടുക്കത്തില്ല. ഇതെന്ത് നീതിയാണ്? കാര്യം ഒന്ന് ആലോചിക്കും. ഇപ്പം ഒരു ആൻസർ എഴുതി കഴിഞ്ഞാൽ ഞാൻ മാറ്റി കൊടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അവനവന്റെ റോൾ നമ്പർ, ഇപ്പൊ നമുക്ക് തന്നെ അറിയാലോ, ഒരു കുട്ടി റോൾ നമ്പർ എത്രത്തോളം ശ്രദ്ധിച്ചാണ് ഇങ്ങനെ കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനാണ്, എറർ വരാം. ഒരു കുട്ടി എത്രത്തോളം വർഷം എടുത്തായിരിക്കും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ അവന് അവിടെ ഒരു നീതിയില്ല. അവനൊന്ന് മാറ്റി കൊടുക്കേണ്ട ഒരു സാഹചര്യമോ അങ്ങനെ ഒരു സാധനം വരുന്നില്ല. അപ്പൊ അതും അഡ്രസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. പക്ഷേ ഭാഗ്യം എനിക്ക് മനസ്സിൽ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് വരെ ഇതിനെക്കുറിച്ച് ഒരാള് സംസാരിച്ചിട്ടില്ല. സത്യത്തിൽ ഇതല്ലേ സംസാരിക്കേണ്ടത്? തീർച്ചയായിട്ടും. ഞാൻ ഒരു കാര്യം കൂടെ സാർ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതായത് നമ്മളിപ്പോ എന്തായാലും ചർച്ച ചെയ്തപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ആരെങ്കിലും ഭരണ സംവിധാനത്തിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, PSCയുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് ഒരുപാട് ഗുണമാകും. അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. അതായത് ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ നടക്കുകയാണ്. ഭയങ്കര മഴയും ശക്തമായിട്ടുള്ള കാറ്റും ഒക്കെ ഉണ്ടാകുകയാണ്. കറണ്ട് പോയി, ഇരുട്ടിലിരുന്ന് പരീക്ഷ തന്നു. അതായത് ആ ഹോളിൽ കറണ്ട് ഇല്ല എങ്കിൽ ആ പരീക്ഷാ സമയം പിന്നെ നീട്ടി കൊടുക്കത്തില്ല. മറ്റൊരു ദിവസത്തിലേക്ക് പരീക്ഷ മാറ്റി വെക്കത്തുമില്ല. അതേ ഇരുട്ടിലിരുന്ന് ആ കുട്ടി എന്ത് ചെയ്യണം? ആ പരീക്ഷ അറ്റൻഡ് ചെയ്യണം. ആ കുട്ടിയുടെ ദയനീയമായ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ ആ കുട്ടി ഒരു 2 വർഷം അധ്വാനിച്ച് അത്രയും കഷ്ടപ്പെട്ട് അവന്റെ നല്ല സമയം മുഴുവനും പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ട് അവൻ ഒരു പരീക്ഷയുടെ ആ ഒരു റിസൾട്ട്, അത്രയും നാൾ അധ്വാനിച്ചതിന്റെ റിസൾട്ട് കിട്ടേണ്ട ദിവസം, ആ ദിവസം ഒരു കറണ്ട് ഇല്ലാണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ വായിച്ച് അല്ലെങ്കിൽ കറപ്പിക്കാൻ പറ്റാതെ ഒരു പരീക്ഷ ഒന്ന് ആലോചിച്ച് നോക്കിയ സാർ. അതായത് 53ാമത് ചോദ്യത്തിന് B ഓപ്ഷനാണ്.
ഈ കാഴ്ചയുടെ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ആ കുട്ടി 53ാമത്തെ ക്വസ്റ്റിന് സി ഓപ്ഷൻ മാർക്ക് ചെയ്തു. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒരു മാർക്കിന്റെ ഡിഫറൻസ് ഒരു റാങ്ക് ലിസ്റ്റിൽ 200 300 ആണ് തീർച്ചയായിട്ടും പുറകിലോട്ട് മാറ്റി മുമ്പിലേ മാറ്റി ചെയ്യുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കി, അവൻ എന്ത് അവിടെ ജസ്റ്റിസ് കിട്ടത്തില്ല. അപ്പം ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, നിങ്ങൾക്ക് ഞങ്ങൾ ഈ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യണം. ചിലർ ഇതിനെ നെഗറ്റീവായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അതിലും ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെയും അഡ്രസ്സ് ചെയ്യാം. പക്ഷെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. കാരണം ഇത് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം ഇത് കാണുന്നുണ്ട് എങ്കിൽ അവർക്ക് മനസ്സിലാവട്ടെ നമ്മുടെ കുട്ടികൾ ഇത്രയും ബുദ്ധിമുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് വരുന്ന കുട്ടി ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഒരു എക്സാം എഴുതുന്നത്, അതിലൊരു മാറ്റം സാക്ഷര കേരളത്തിൽ ഉണ്ടാവണം എന്നവർക്ക് മനസ്സിലാവണം. തീർച്ചയായിട്ടും അതായത് ഈ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ തന്നെ വേണം, അതിനകത്തൊരു സംശയമില്ല. ഇത് ആരെങ്കിലും സംസാരിച്ചാലേ ഒരു മാറ്റം ഉണ്ടാവത്തുള്ളൂ. ആ മാറ്റം ഉണ്ടാവണം, ഒരു കുട്ടിക്ക് നീതി കിട്ടണം, ഒരു കുട്ടിക്ക് ക്ലോക്ക് എന്നൊരു ആനുകൂല്യം കിട്ടണം, അവന് മികച്ച എക്സാം എഴുതാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി കൊടുക്കണം. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ റെയിൽവേ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇതിലൊരു ഡ്രോബാക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 100 പേര് ഇപ്പൊ എക്സാം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 60 പേര് എക്സാം എഴുതാൻ വരുന്നുള്ളൂ, ബാക്കി 40 പേര് എക്സാം എഴുതാത്ത PSC ക്ക് നഷ്ടമാണ്. പക്ഷെ അവിടെ ഈ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യുന്ന പറയുമെങ്കിലും ഇതുവരെ PSC ബ്ലോക്ക് ചെയ്തിട്ടില്ല. പക്ഷേ PSC ക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതേ കണക്ക് തന്നെ ആദ്യം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഫീ മേടിക്കാം, എന്നിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാം. ബാക്കി എഴുതാത്തവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ കുറെ സാധനങ്ങൾ അവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, മാത്രമല്ല PSC ക്ക് അതിന്റെ ഒരു ഫണ്ടും കണ്ടെത്താൻ പറ്റും. ഇപ്പം RRBയുടെ കേസ് പറയാം, നമ്മൾ ഈ സമയത്തെ പറ്റി പറയുമ്പോൾ RRBയുടെ എക്സാം ആയാലും SSCയുടെ എക്സാം ആയാലും ഒക്കെ അത് CBT എക്സാം ആണ്. കൃത്യമായിട്ട് ഇതിൽ സമയം കുറയുന്നത് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അയാൾ എവിടെ നിൽക്കുന്നു, ഒരു 30 മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് മിച്ചം 30 മിനിറ്റേ ഉള്ളൂ, അത് ആ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കൃത്യമായിട്ട് അയാൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അഡ്രസ് ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസിനെ അഡ്രസ് ചെയ്യണം, കൃത്യമായിട്ട് ഇന്റലിജന്റ് ആയിട്ട് അയാൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. പക്ഷെ ആ ഒരു സംവിധാനവും നമുക്കില്ല. OMR എക്സാം ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതും എന്ത് ചെയ്യുന്നുണ്ട്, നിഷേധിക്കപ്പെടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ആനുകൂല്യം ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടതാണ്. അതിന് ഈ പറഞ്ഞതുപോലെ ചെറിയൊരു ഫീസ് കുട്ടിയുടെ കയ്യിൽ നിന്ന് ഈടാക്കണമെങ്കിൽ അത് പിന്നീട് പരീക്ഷ എഴുതുന്നവർക്ക് തിരിച്ചു കൊടുക്കാം. പരീക്ഷ എഴുതാതെ പോകുന്നു. ഇപ്പൊ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, 3,95,000 പേര് സെക്കൻഡറി ടെസ്റ്റിന് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തു. പക്ഷെ പരീക്ഷ എഴുതി 2,40,000 അടുത്ത ആളുകൾ മാത്രമാണ്. 1,50,000 ആൾക്കാർ എക്സാം എഴുതിയിട്ടില്ല. സ്വാഭാവികമായിട്ടും PSC ക്ക് അത് നഷ്ടമുണ്ടാകുന്ന കാര്യമാണ്. അത്രയും പേരുടെ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, OMR ഷീറ്റ് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് നഷ്ടം അവർക്ക് ഇൻവിജിലേറ്റേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, നഷ്ടമുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അത് പരിഹരിക്കാൻ ഇതേപോലെ ഒരു സജ്ജീകരണം ചെയ്തിട്ട് ഒരു കുട്ടിക്ക് ആവശ്യമുള്ളത് എന്താണ് അത് ക്രമീകരിച്ചു കൊടുക്കാനായിട്ട് സംവിധാനങ്ങൾ തയ്യാറാവണമെന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും ഇത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക മീൻസ് ഇത് നിങ്ങളെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ നമ്മളെ ഷെയർ ചെയ്താലോ അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും അറിയിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യപ്പെടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെ അഡ്രസ് ചെയ്യപ്പെടണം. ഒരു കുട്ടിക്ക് എക്സാം എഴുതുമ്പോൾ അവന് മികച്ച സൗകര്യം അവന് കിട്ടണം, പ്രിപ്പറേഷൻ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സാംസ് നോട്ടിഫിക്കേഷൻസ് എല്ലാം വരുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുക. വരുന്ന വർഷങ്ങൾ 2026, 2027 ഒക്കെ നിങ്ങൾ സർവീസിൽ കയറട്ടെ. നിങ്ങൾ കയറും ഉറപ്പാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ചോ. മറ്റൊരു സെഷനിൽ കാണാം.